അപ്പോൾ ഇന്ന് അത്ര സുഖമില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. നല്ല കാലാവസ്ഥയൊന്നുമല്ല, ഒരുമാതിരി ഒരു മങ്ങിയ കാലാവസ്ഥയൊക്കെയായിട്ടാണ് അന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു ചെറിയ 1-2 കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആർട്ടൈനിലുള്ള നമ്മുടെ ഇന്ത്യൻ ഷോപ്പിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പോക്കിനൊരു പ്രത്യേകതയുണ്ട്, അത് വഴി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം റോഡൊക്കെ വലിയ ശൂന്യമായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പം ഞാൻ ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള നടപ്പാണ് കേട്ടോ. ഇവിടുന്ന് ഒരു കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ വലത് സൈഡിലാണ് നമ്മുടെ ഇന്ത്യൻ ഷോപ്പ് വരുന്നത്. പലപ്പോഴും എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ത്യൻ ഷോപ്പിൽ പലപ്പോഴും പോയിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ഏഷ്യൻ ഷോപ്പിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഇന്നാൾ വീട് നോക്കാൻ പോയ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഈ ഭാഗം ഞാൻ പുതിയ വീട് നോക്കാൻ വേണ്ടിയിട്ട് പോയൊരു ഭാഗമാണ്. അങ്ങനെ ഇറച്ചിക്കടയിലൊക്കെയാണ് പോയേക്കുന്നത് കേട്ടോ. അപ്പം ഇന്ത്യൻ ഷോപ്പിൽ തന്നെ ഒരു സെഷനിൽ നമുക്കൊരു ബുച്ചറുണ്ട്. അപ്പം ആ ബുച്ചറിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ജസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിങ്ങി പോകുന്നു. പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു. ബസ്സിൽ കയറിയിട്ട് നമ്മുടെ സ്റ്റോപ്പിനെ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള അത്ര പാടിലാണ് കേട്ടോ. അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോണ കാര്യത്തെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാനാണ്. ഇത് നമ്മുടെ ആർട്ടിൻ റൗണ്ട് അബൌട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ സെൻറ്റ് ബ്രണ്ടൻസ് എൻ്റെ ഇടവകയാണ് കേട്ടോ. അത് ഇടവകയിൽ കയറി രാവിലെ പള്ളിയിൽ പോകാൻ പറ്റില്ല. അപ്പം പള്ളിയിൽ കയറി തിരികെ പ്രാർത്ഥിച്ചിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് കയറാൻ വേണ്ടി വന്നതാണ്. അതൊക്കെ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ചാറിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മൂടി ഡേ ആയിരുന്നു. അങ്ങനെ പള്ളിയിലൊക്കെ വന്ന് അല്പം നേരം പ്രാർത്ഥിച്ച് തിരികെ സ്റ്റേ ചെയ്യാൻ പോകുന്നു. സോറി. അപ്പം ഇതാണ് പള്ളിയുടെ ഉള്ളിൽ. ഈ പള്ളിയുടെ ഉള്ളിൽ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ ആൾഡിയിൽ വന്നിട്ട് 1-2 കാര്യങ്ങൾ മേടിക്കാനുള്ളതും കൂടെ മേടിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒടുക്കത്ത മഴയായി കേട്ടോ. നോക്കിക്കേ, ആദ്യം രാവിലെ വെയിലായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറിയിട്ട് ഇപ്പം മഴയായി. അയർലൻഡിലെ കാലാവസ്ഥ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ തിരിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിൻ ബല്ലു വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വലിയ സ്വാഗതം. ഒരുപാട് നാളായി നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ ചെയ്തിട്ട് തിരക്കുകളൊക്കെ കാരണം അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ കുറവൊക്കെ കാരണം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് പോകണം കേട്ടോ. അപ്പം കുറേ ദിവസങ്ങളായി കുക്കിങ്ങൊക്കെ ചെയ്തിട്ട് നാട്ടൊരു കുക്കിങ് ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ ദിവസമായിരുന്നു. നമ്മൾ ഇന്ന് അത് ചെയ്യാനായിട്ട് പോകുന്നു. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഡബ്ലിൻ ബല്ലു വേൾഡ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർക്കൊക്കെ വലിയൊരു സ്വാഗതം. നമ്മളത് ചെയ്യാൻ പോകുന്ന കുക്കിങ് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇൻട്രസ്റ്റ് കാണുന്ന നമ്മുടെ കപ്പയിറച്ചി. ഒരുപാട് നാളെ കപ്പയിറച്ചിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ഇന്ത്യയിലെ ഷോപ്പിൽ പോയ സമയത്ത് അടിപൊളി കപ്പയിറച്ചി ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എന്താണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ലൈക്കും കമൻറ്റും നമ്മൾ അവസാനിക്കുക. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് വലിയ സ്വാഗതം. നമ്മുടെ കപ്പയിറച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ഇന്നലെ മേടിച്ചു വന്നിട്ട് ഫ്രീസറിൽ വെച്ചേക്ക് വെക്കണം. ഒന്ന് ഫ്രോസൺ മാറ്റിയെടുക്കാം. ഫ്രോസണായിട്ട് മാറ്റിയെടുക്കാം. ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഡീഫ്രോസ്റ്റ് ആയി. അപ്പോൾ നമ്മുടെ ഇറച്ചി ഡീഫ്രോസ്റ്റ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്രേവി ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അത് സെറ്റപ്പ് ആക്കി എടുക്കാം ആദ്യം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമുക്ക് എല്ലാം ഉണ്ടാക്കാനുള്ള ഗ്രേവി ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് കുറച്ച് സവോളയും കറിവേപ്പിലയും നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സവോള എന്താ പറയുക ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് സെറ്റപ്പ് ആക്കി ഒരു ഗ്രേവി പോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള 2 സവോളയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ട് ഉപ്പെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഗ്രേവി പോലെ ആക്കിയെടുക്കാം കേട്ടോ. ഏതെങ്കിലും നമ്മൾ സവോളയും കറിവേപ്പിലയും എന്താ പറയുക ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഗ്രേവി പോലെ ആക്കിയെടുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രേവി പോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഉണ്ടാക്കുന്നതിൻ്റെ ഇതൊക്കെ നമ്മൾ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇച്ചിരി തക്കാളിക്കയുടെ നീരും കൂടെ തക്കാളിക്കയുടെ ഗ്രേവിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് നമുക്ക്
സെറ്റപ്പായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ല് ഇവിടെ ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ. ശരി, വലുപ്പമുള്ള സൈസാണ് കേട്ടോ. നല്ല ഇറച്ചിയും ഇതിനോട് കൂടി വലിയ വലുപ്പമുള്ള സൈസാണ് കിട്ടിയത്. അപ്പം കണ്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഭയങ്കര വലുപ്പമായിട്ട് ഇങ്ങനെ മീഡിയം സൈസ് പക്ഷേ വലിയതായിട്ടാണ് കിട്ടിയത്. നല്ല നെയ്യൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ഇറച്ചി ഇറച്ചിയുണ്ട്. അതുപോലെ തന്നെ അടിപൊളിയല്ല. നമ്മുടെ നാട്ടിൽ കിട്ടണേക്കാളല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്. 15 യൂറോസ്. അപ്പോൾ നമ്മുടെ എല്ലുംകപ്പ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മുളകും ഗ്രേവി എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഇറച്ചിയെല്ലാം ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് നേരം ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ മേടിച്ച കൊത്തി നുറുക്കിയ കപ്പയാണ് കേട്ടോ. കൊത്തി നുറുക്കിയ കപ്പയിലേക്ക് നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ഉപ്പും കൂടെ ഒഴിച്ച് നമുക്ക് തേല് വയ്ക്കാം. ഇവിടെ ഗ്രേവി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് റെഡിയായി വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് മുളകും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇറച്ചിക്കുള്ള എല്ലുംകപ്പയ്ക്കുള്ള ഗ്രേവി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റപ്പായിട്ട് നല്ല മുളകും മസാലകളൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നാട്ടിൽ വേവട്ടെ. അപ്പോൾ നമ്മുടെ എല്ലും കപ്പയുടെ ഗ്രേവിക്കകത്തേക്ക് ഞാൻ നല്ല അടിപൊളി തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് കറക്റ്റാക്കി വെച്ചേക്കണം കേട്ടോ. ഇനി നമ്മൾ കപ്പ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പ നമുക്ക് അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏഷ്യാട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം നമ്മുടെ ആ ലാസ്റ്റ് സെഷനിലേക്ക് കയറാൻ പോകണം കേട്ടോ.